കിട്ടിയിട്ടുണ്ട്? നൈറ്റ് കിട്ടിയില്ല, രാവിലെ തന്നെയാണ്. രാവിലെ തന്നെ 12 മണി വരെയുള്ള CCTV നിങ്ങൾ കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ നോക്കുന്നുണ്ട്. അപ്ഡേറ്റ് ചെയ്യാം. 12 മണിവരെ ഉള്ള CCTV ദൃശ്യങ്ങൾ കിട്ടിയതായി ഇപ്പോൾ DCP തന്നെ അറിയിക്കുന്നുണ്ട്. 10:43 കുട്ടി സഞ്ചരിച്ച ആ പരിസരത്തെ CCTV ദൃശ്യങ്ങൾ അതാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്. അത് കഴക്കൂട്ടം പോലീസ് സ്റ്റേഷന് അടുത്തുള്ള CCTV ദൃശ്യമാണ്. അവിടെ ഒരു കടയുടെ സമീപത്ത് കൂടി കുട്ടി കടന്നു പോകുന്ന CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ അത് പ്രേക്ഷകർക്ക് കാണാം. ഇപ്പോൾ DCP പറഞ്ഞതാകട്ടെ 12 മണിവരെ, ഉച്ചയ്ക്ക് 12 മണിവരെ കുട്ടി സഞ്ചരിച്ച CCTV ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അതുവരെ കുട്ടി എവിടെ ഉണ്ടായിരുന്നു എന്നതുമായി ബന്ധപ്പെട്ട് പോലീസിന് വിവരമുണ്ട്. തുടർന്ന് എങ്ങോട്ടേക്ക് പോയി കുട്ടി എന്നതുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ അന്വേഷണം ഇപ്പോൾ നടക്കുകയായിരിക്കും. അങ്ങനെയെങ്കിൽ ആ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കുട്ടി എവിടേക്ക് പോയി എന്നത് കണ്ടെത്താനാണ് പോലീസിൻ്റെ ഇപ്പോഴത്തെ ശ്രമം. അഖിൽ ഷാ അൻസാർ കൂടി ചേരുന്നുണ്ട്. അഖിൽ ഷാ, ഇപ്പോൾ DCP പറഞ്ഞതനുസരിച്ചാണെങ്കിൽ 12 മണിവരെ കുട്ടി സഞ്ചരിച്ച ദൃശ്യം പോലീസിന്റെ കയ്യിലുണ്ടല്ലോ. ഇതിപ്പോൾ 10:43 കുട്ടി കഴക്കൂട്ടത്ത് പോലീസ് സ്റ്റേഷൻ സമീപത്തുള്ള ഒരു കടയുടെ മുന്നിൽ കൂടെ കടന്നു പോകുന്ന ഏറ്റവും പുതിയ ദൃശ്യമാണല്ലോ നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. ഈ 12 മണിവരെയുള്ള ദൃശ്യം അതിപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ആയിരിക്കും അല്ലേ അഖിൽ ഷാ? ഉമേഷ്, ഇത്തരത്തിൽ CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലൂടെ ആണ് ഏറ്റവും പ്രധാനമായും പോലീസ് ഈ കുട്ടിയിലേക്ക് എത്താനുള്ള ഒരു ശ്രമം നടത്തുന്നത്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ആദ്യം ഇവിടുന്ന് തൊട്ടടുത്തുള്ള ഈ ദേശീയപാതയ്ക്കടുത്തുള്ള ഒരു ദൃശ്യമാണ് നമുക്ക് കിട്ടിയത്. അതിന് പിന്നാലെ തൊട്ട് മുൻപ് ഉള്ളൊരു ദൃശ്യം നമുക്ക് കിട്ടി. അതിനുശേഷമാണ് ഇത്തരത്തിൽ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷന് മുന്നിലൂടെ ഈ കുട്ടി നടന്നു പോകുന്ന ഒരു ദൃശ്യം കൂടി നമുക്ക് ലഭിക്കുന്നത്. ഇത്തരത്തിൽ ഓരോ സ്ഥലത്തെയും CCTV പരിശോധിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമായിരിക്കും പോലീസ് ഈ വിഷയത്തിൽ ഈ കേസിൽ നടത്തുക എന്നുള്ളതാണ്. മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണത്തിലുള്ള സാധ്യതയും കുറവാണ്. കാര്യം ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാകും ഈ കുട്ടി എങ്ങോട്ടേക്കാണ് പോയത് എന്നുള്ള കാര്യത്തിൽ പോലീസിന് കൃത്യമായൊരു സ്ഥിരീകരണം അല്ലെങ്കിൽ അതിൽ ഒരു വ്യക്തത ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. കാര്യം ഈ CCTV കേന്ദ്രീകരിച്ചല്ലാതെ ഈ കുട്ടിക്ക് അല്ലെങ്കിൽ ഈ കുട്ടിയുടെ ദൃശ്യങ്ങൾ എടുക്കാൻ മറ്റൊരു സാധ്യതയില്ല. അല്ലെങ്കിൽ എങ്ങോട്ടേക്കാണ് ഈ കുട്ടി പോയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എടുക്കുന്ന കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ട് പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കഴക്കൂട്ടം മുതൽ എന്തായാലും കഴക്കൂട്ടത്തിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഭാഗത്തേക്കാണ് ഇത്തരത്തിൽ ഈ കുട്ടി പോകുന്നതായിട്ടുള്ള ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും അത്തരത്തിൽ ഈ കഴക്കൂട്ടം മുതൽ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള ഭാഗങ്ങളിൽ കൃത്യമായൊരു അന്വേഷണം, അത് വിശദമായൊരു അന്വേഷണം തന്നെ നടത്തും എന്നുള്ള കാര്യമാണ് പോലീസ് നിലവിൽ ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത്. അത് ഈ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ CCTVകൾ, അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ഈ സ്റ്റേഷനിൽ നിന്നെടുത്ത ട്രെയിനുകളിൽ ഈ കുട്ടി കയറിയിട്ടുണ്ടോ, അതുപോലെ തന്നെ നിലവിൽ യാത്ര തുടരുന്ന ട്രെയിനുകളിൽ ഉൾപ്പെടെ RPFന്റേതും അതുപോലെ തന്നെ കേരള പോലീസിന്റെയും അടക്കമുള്ള പരിശോധനകൾ നടത്തും. കാരണം ഈ കുട്ടിയെ കാണാതായിട്ട് ഇത്രയധികം മണിക്കൂറുകൾ കഴിഞ്ഞു. ഏതെങ്കിലും ട്രെയിനിൽ, തിരുവനന്തപുരത്ത് നിന്നെടുത്ത ഏതെങ്കിലും ട്രെയിനിൽ കുട്ടി കയറിയിട്ടുണ്ടോ, എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ട്രെയിനിൽ കുട്ടി യാത്ര ചെയ്യുന്നുണ്ടോ തുടങ്ങിയ അന്വേഷണങ്ങളൊക്കെ നടത്തേണ്ടതുണ്ട്. അത്തരത്തിലുള്ള അന്വേഷണം തന്നെയാണ് പോലീസ് നടത്തുന്നത് എന്നുള്ളതാണ് ഈ പോലീസുമായി ബന്ധപ്പെട്ട അധികൃതർ നമ്മളെ അറിയിക്കുന്നത്. എന്തായാലും ഇന്ന് രാത്രി മുഴുവൻ വ്യാപകമായൊരു അന്വേഷണം ഉണ്ടാകും. അത് ഏതെങ്കിലും തരത്തിൽ ആ അന്വേഷണം അല്ലെങ്കിൽ ആ തെരച്ചിൽ നിർത്തുന്ന ഒരു സമീപനം ഉണ്ടാകില്ല എന്ന് നേരത്തെ നമ്മളെ DCP മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു. രാത്രി മുഴുവൻ ഈ തെരച്ചിൽ തുടരും. എല്ലാ ദിക്കിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഏതെങ്കിലും തരത്തിൽ ഈ കുട്ടിയെ കാണുകയോ അല്ലെങ്കിൽ കുട്ടിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും സൂചന ലഭിക്കുകയോ ചെയ്താൽ അത് പൊതുജനങ്ങളായാൽ പോലും അത് കൃത്യമായി പോലീസിനെ അറിയിക്കണം. അതുമായി ബന്ധപ്പെട്ട് ഈ പോലീസ് കൃത്യമായൊരു നമ്പറും നമുക്ക് തന്നിട്ടുണ്ട്. അത്തരത്തിൽ ആ നമ്പറിലേക്ക് ഈ വിവരം വിളിച്ചു പറയണമെന്നുള്ള കാര്യവും നിലവിൽ പോലീസ് അറിയിക്കുന്നുണ്ട്. എല്ലാവരും ഇതുമായി യോജിച്ച് പ്രവർത്തിക്കണമെന്നുള്ള കാര്യമാണ് നിലവിൽ പോലീസ് അറിയിക്കുന്നത്. വ്യാപകമായൊരു അന്വേഷണം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാനത്തെ മറ്റ് പോലീസ് സ്റ്റേഷനുകളിൽ വിവരം നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഉള്ള സൂചനകൾ ലഭിച്ചാൽ അവരെയും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന് ഇറങ്ങാനുള്ള നിർദ്ദേശവും ഇത്തരത്തിൽ നൽകിയിട്ടുണ്ടെന്നുള്ള കാര്യമാണ് നേരത്തെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ അടക്കമുള്ളവർ പറഞ്ഞത്. എന്തായാലും കുട്ടിയെ കണ്ടെത്താനുള്ള വ്യാപകമായ അന്വേഷണം നടക്കുന്നുണ്ട്. ഇടയ്ക്കൊരു ആശ്വാസം നമ്മൾ തേടി എത്തിയതാണ്. അതായത് പാലക്കാട് വെച്ച് കുട്ടിയെ കണ്ടെത്തി എന്നുള്ളൊരു വാർത്ത നമ്മൾ നേരത്തെ അറിഞ്ഞതാണ്. പക്ഷേ അത് സ്ഥിരീകരിക്കാനായില്ല. പിന്നാലെ നടത്തിയ അന്വേഷണത്തിൽ RPF ഉൾപ്പെടെയുള്ള പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയ തിരച്ചിലിൽ അത്തരത്തിൽ കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് ദുഃഖകരമായി വന്നൊരു വാർത്ത. എന്തായാലും അതിനുശേഷം വീണ്ടും തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുള്ള ഒരു
അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വ്യാപകമായ അന്വേഷണം പോലീസിന്റെ ഉന്നതരടങ്ങുന്ന ഒരു വലിയ ടീം തന്നെ ഇതിന്റെ ഭാഗമായി അന്വേഷിക്കുന്നുണ്ട്. നമുക്ക് ഈ പ്രദേശത്തെക്കുറിച്ച് അറിയാം. അതായത് കഴക്കൂട്ടം അത് ഒരു നഗരമാണ്, വലിയ നഗരമാണ്. അത്തരത്തിൽ ആ നഗരത്തിൽ എവിടെ വേണമെങ്കിലും ഈ കുട്ടി പോയേക്കാം, എങ്ങോട്ട് വേണമെങ്കിലും പോയേക്കാം. അത്തരത്തിൽ ഈ വീടുകളിലെ CCTV ദൃശ്യങ്ങൾ, കടകളിലെ CCTV ദൃശ്യങ്ങൾ, മറ്റ് സ്ഥാപനങ്ങളിലെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ എടുത്ത് പരിശോധിക്കുന്ന നിലയിലാണ് പോലീസിന്റെ അന്വേഷണം നടക്കുക. എന്തായാലും രാത്രി മുഴുവൻ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പരിശോധനകളുണ്ടാകും, അന്വേഷണങ്ങളുണ്ടാകും, തെരച്ചിലുണ്ടാകും. പ്രധാനമായും തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാകും ഇക്കാര്യത്തിൽ നടത്തുക. ഇത്തരത്തിൽ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ CCTVകളിൽ ഏതെങ്കിലും തരത്തിൽ ഈ കുട്ടി പെട്ടിട്ടുണ്ടോ, ഒപ്പം ഏതെങ്കിലും ട്രെയിനുകളിൽ കയറിയിട്ടുണ്ടോ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കുട്ടി സ്റ്റേഷനിലെത്തി തിരുവനന്തപുരത്ത് നിന്ന് പോകുന്ന ഏതെങ്കിലും ട്രെയിനിൽ ഈ കുട്ടി കയറിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഉള്ളൊരു സംശയം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ട്രെയിനുകളിലുള്ള പരിശോധനയും പോലീസും അതുപോലെ തന്നെ RPFും ശക്തമാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും ട്രെയിനുകളിൽ ഈ കുട്ടിയുണ്ടോ എന്നുള്ള കാര്യത്തിൽ വളരെ വിപുലമായ ഒരു അന്വേഷണം തന്നെയാണ് നടക്കുന്നത്. അത് തിരുവനന്തപുരത്ത് നിന്നെടുത്ത മുഴുവൻ ട്രെയിനുകളിലും ഇതുമായി ബന്ധപ്പെട്ട ഈ സമയത്തിന് ശേഷം, അതായത് കുട്ടിയെ കാണാതായ ഈ 10:30-ക്ക് ശേഷമുള്ള എല്ലാ തരത്തിലുള്ള ട്രെയിനുകളിലും ഈ ഒരു അന്വേഷണം നടത്താനുള്ള ഒരു തീരുമാനത്തിൽ കൂടിയാണ് പോലീസ്. അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ പോലീസിന്റെ നീക്കവും. എന്തായാലും വ്യാപകമായ ഒരു അന്വേഷണം ആദ്യഘട്ടത്തിൽ നേരത്തെ പോലീസ് നമ്മളോട് സൂചിപ്പിച്ച DCP ഉൾപ്പെടെയുള്ളവർ സൂചിപ്പിച്ചതുപോലെ ഇത് ഇത്രയധികം പ്രതിസന്ധി ഉണ്ടാകാൻ പ്രധാനമായ കാര്യം ഇത്തരത്തിൽ 6 മണിക്കൂർ പോലീസിന് നഷ്ടമായി എന്നുള്ളതാണ്. 10:30-ക്ക് കുട്ടിയെ കാണാതായെങ്കിൽ പോലും ഈ പോലീസിൽ ഒരു പരാതിയായി എത്തുന്നത് 4 മണിയോടുകൂടിയാണ്. അതിനുശേഷമാണ് പോലീസ് ഈ കാര്യത്തിൽ കേസെടുക്കുകയും ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം വ്യാപിപ്പിക്കുകയും ചെയ്യുന്നത്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കുന്നതിൽ എടുത്ത സമയവും ഒക്കെ കണക്ക് കൂട്ടുമ്പോൾ ഈ വളരെ പ്രധാനപ്പെട്ട കുറച്ച് മണിക്കൂറുകൾ പോലീസിന് നഷ്ടമായി. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വലിയൊരു പ്രതിസന്ധി ഇതിലുണ്ടായത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ആ ഒരു പ്രതിസന്ധി അത് വലിയൊരു പ്രതിസന്ധിയായി തന്നെ തുടരുമെന്നുള്ള കാര്യവും DCP വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും അതിനെയൊക്കെ മറികടന്നുള്ള ഒരു അന്വേഷണം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഈ പറയുന്ന കുട്ടിയുടെ അച്ഛനും അമ്മയും. നേരത്തെ അവർക്കൊരു ചെറിയ ആശ്വാസം ഉണ്ടായെങ്കിൽ പോലും അത് പിന്നീട് അതൊരു ദുഃഖകരമായ അന്തരീക്ഷത്തിലേക്ക് മാറുകയായിരുന്നു. എന്തായാലും ഈ പോലീസിന്റെ അന്വേഷണത്തിൽ അവർക്കും ഒരു ആത്മവിശ്വാസമുണ്ട്. ഈ കുട്ടിയെ കണ്ടെത്തി അവർക്ക് തിരികെ നൽകുമെന്നുള്ള പ്രതീക്ഷയിലാണ് മാതാപിതാക്കളും. മറ്റൊന്ന്, ഈ കാര്യത്തിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ദുരൂഹതകളുണ്ടോ എന്നുള്ള കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു ചോദ്യം ചെയ്യൽ ഈ മാതാപിതാക്കളിൽ പോലീസ് നടത്തിയിരുന്നു. ആ ചോദ്യം ചെയ്യലിന്റെ വിവരങ്ങളൊന്നും നിലവിൽ പുറത്തു വന്നിട്ടില്ല. എന്തായാലും അത്തരത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ മറ്റാരെങ്കിലും ചോദ്യം ചെയ്യണമെങ്കിൽ അത്തരത്തിലുള്ള നീക്കം ഉൾപ്പെടെ പോലീസ് നടത്തും എന്നുള്ളതാണ് നിലവിൽ നമുക്കറിയാൻ കഴിയുന്ന കാര്യം. എന്തായാലും ഇന്ന് രാത്രി മുഴുവൻ ഈ പരിശോധന തുടരും എന്നുള്ള കാര്യമാണ് അധികൃതർ അറിയിക്കുന്നത്. ഉന്മേഷ്. അഖിൽഷാൻ സാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇപ്പോഴും കുട്ടിക്കായുള്ള തിരച്ചിൽ നടക്കുന്നു എന്നുള്ളതാണ്. വ്യാപകമായ തിരച്ചിൽ നടക്കുന്നു. കുട്ടി ചാക്ക ഭാഗത്തേക്ക് സഞ്ചരിച്ചു എന്നാണ് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. അവിടെ നിന്ന് കുട്ടി എങ്ങോട്ടേക്ക് പോയി എന്നതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ക്രോസ് റോഡുകളിൽ പരിശോധന നടക്കുന്നുണ്ട്. 12 മണി വരെയുള്ള CCTV ദൃശ്യങ്ങൾ ഇതുവരെ കിട്ടിയതായി തിരുവനന്തപുരം DCP തന്നെ പറയുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാവിലെ 10 മണിയോടെയാണ് കുട്ടിയെ കാണാതായത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പരിശോധന നടന്നു വരുന്നു. 3 CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആ 3 CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പോലീസിൻ്റെ അന്വേഷണം ഇപ്പോൾ നടക്കുന്നത്. അങ്ങനെ കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ 13-കാരിക്ക് വേണ്ടി തിരച്ചിൽ ഊർജിതമായി നടക്കുകയാണ്. രാത്രി മുഴുവനും പരിശോധന ഉണ്ടാകുമെന്ന് പോലീസ് തന്നെ ഇപ്പോൾ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അല്പസമയം മുൻപ് DCP പറഞ്ഞത് 12 മണി വരെ കുട്ടി എവിടെയുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ 12 മണി വരെ കുട്ടി സഞ്ചരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള CCTV ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇനിയുള്ള CCTV ദൃശ്യങ്ങൾ കൂടി ശേഖരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടി എവിടെയുണ്ട് എന്ന് കണ്ടെത്താനാണ് പോലീസിൻ്റെ ശ്രമം. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വ്യാപകമായ ഇത്തരത്തിൽ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. അഖിൽ ഷാ തുടരുന്നുണ്ട്. അപ്പോൾ അഖിൽ ഷാ, ഈ പുതിയ സാധ്യതകൾ എന്തൊക്കെയാണ് പോലീസ് ഇപ്പോൾ തേടുന്നത്? ഈ പോലീസ് സ്ഥിരീകരിക്കുന്നത് അനുസരിച്ചാണെങ്കിൽ കഴക്കൂട്ടത്ത് നിന്ന് കുട്ടി പോയിട്ടുള്ളത് തിരുവനന്തപുരം നഗരഭാഗത്തേക്ക് തന്നെയല്ലേ അഖിൽ ഷാ? ഉന്മേഷ്, തീർച്ചയായിട്ടും. അതായത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇതാണ് ഈ കുട്ടിയുടെ വീടും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ പരിസരങ്ങളുമൊക്കെ. ഇത്തരത്തിൽ ഇവിടെ നിന്ന് ഇറങ്ങിയ കുട്ടി നടന്ന ദേശീയപാതയിലേക്ക്
പോകുന്നു എന്നുള്ളതാണ് ആദ്യം നമുക്ക് ലഭിച്ച വിവരം. ഇത്തരത്തിൽ ഈ 10:30 10:45 ലഭിച്ച ആ ഒരു CCTV ദൃശ്യത്തിലാണ് ഇത്തരത്തിൽ കുട്ടി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുകയും അതുപോലെ തന്നെ ഈ ദേശീയപാതയിലേക്ക് കഴക്കൂട്ടം ദേശീയപാതയിലേക്ക് നീങ്ങുന്ന ഒരു ദൃശ്യം ആദ്യഘട്ടത്തിൽ നമുക്ക് ലഭിച്ചു. അതിന് പിന്നാലെ തുടർച്ചയായി രണ്ട് CCTV ദൃശ്യങ്ങൾ കൂടി നമുക്ക് ലഭിച്ചു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഇത്തരത്തിൽ കഴക്കൂട്ടം, അതായത് ഇവിടെ നിന്ന് നേരെ ദേശീയപാതയിലേക്ക് പോകുന്നു. ദേശീയപാതയിൽ നിന്ന് അവിടെ നിന്ന് കഴക്കൂട്ടം തിരുവനന്തപുരം ഭാഗത്തേക്കാണ് കുട്ടി നീങ്ങിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും നമുക്ക് ആ ദൃശ്യങ്ങളിലൂടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ആദ്യഘട്ടത്തിലൊക്കെ നാട്ടുകാർ നമ്മളോട് പറഞ്ഞൊരു കാര്യം, ഏതെങ്കിലും തരത്തിൽ ഈ കുട്ടി ഇവിടെ നിന്ന് പോകുന്നതായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ കാഴ്ച കണ്ടില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ പരിസരവാസികൾ ഉൾപ്പെടെ പറഞ്ഞത്. അപ്പോൾ ഈ കുട്ടി എങ്ങനെ അവിടെ എത്തി എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങിയ കുട്ടി അത് ദേശീയപാത വഴി കഴക്കൂട്ടം തിരുവനന്തപുരം ഭാഗത്തേക്ക് നീങ്ങുകയാണ് ഉണ്ടായത്. ഉച്ചയ്ക്ക് 12:30 വരെയുള്ള ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അത് ഈ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷൻ വരെ കടന്ന് കുട്ടി നീങ്ങുന്ന ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതുകൂടി പരിശോധിച്ചാൽ അതുകൂടി അടിസ്ഥാനമാക്കിയുള്ള ഒരു പരിശോധന പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. പക്ഷേ ഈ കഴക്കൂട്ടത്ത് ഈ 12:30 വരെയുള്ള ദൃശ്യങ്ങൾ മാത്രമാണ് നിലവിൽ പോലീസിന് ലഭിച്ചിട്ടുള്ളത്. അവിടെ നിന്ന് ആ ഒരു ദൃശ്യത്തിന് ശേഷം അവിടെ നിന്ന് കുട്ടി എങ്ങോട്ടേക്കാണ് പോയത് എന്നുള്ള കാര്യം ഇനി കണ്ടെത്തേണ്ടത്. മറ്റേതെങ്കിലും വഴിയിലൂടെ കുട്ടി നീങ്ങിയോ അതോ നേരെ തിരുവനന്തപുരം ഭാഗത്തേക്ക് തന്നെ പോയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനിയും അതിലൊരു വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ പോലീസിന് ലഭിക്കുന്ന വിഷ്വലുകൾ തെളിവുകൾ പ്രകാരം ഈ വീട്ടിൽ നിന്നിറങ്ങിയ കുട്ടി തിരുവനന്തപുരം ഭാഗത്തേക്ക് കഴക്കൂട്ടത്തെത്തിയ ശേഷം തിരുവനന്തപുരം ഭാഗത്തേക്ക് പോയി എന്നുള്ള കാര്യമാണ് ഈ CCTV ദൃശ്യങ്ങളിലൂടെ ലഭിക്കുന്ന വിവരം. ഇത്തരത്തിൽ ഈ പറയുന്ന വഴികളിലൂടെയുള്ള CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചാൽ മാത്രമേ ഈ കുട്ടി എങ്ങോട്ടേക്കാണ് അല്ലെങ്കിൽ കുട്ടിയുടെ ദിശ എങ്ങോട്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ പോലീസിന് കൃത്യമായൊരു വ്യക്തത കിട്ടുകയുള്ളൂ. പക്ഷേ പോലീസിന്റെ ഒരു പ്രധാന നിഗമനം, ഏതെങ്കിലും തരത്തിൽ ഈ കുട്ടി തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് പോലീസിന്റെ പ്രധാനപ്പെട്ട സംശയം. അതുകൊണ്ട് ഈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം കുറെ കൂടി വിപുലമാക്കിയിട്ടുണ്ട്. അതായത് അവിടുത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുക, അതുമല്ല ഈ റെയിൽവേയുമായി ബന്ധപ്പെട്ട അധികൃതരോട് കാര്യങ്ങൾ അന്വേഷിക്കുക, ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഒരു കുട്ടിയെ അവിടെ കണ്ടിരുന്നോ, ഈ CCTV ദൃശ്യങ്ങളിൽ പെട്ടിരുന്നോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക. ഒപ്പം തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടതോ അല്ലെങ്കിൽ അതുവഴി പോയതോ ആയ ട്രെയിനുകളിൽ ഈ കുട്ടിയുണ്ടോ എന്നുള്ള കാര്യം ഉൾപ്പെടെ പരിശോധിക്കും. നമുക്കറിയുന്നത് പോലെ തന്നെ ഇപ്പോൾ പല ട്രെയിനുകളിലും CCTV അടക്കമുള്ള സംവിധാനങ്ങളുണ്ട്. അത്തരത്തിലുള്ള പരിശോധനകൾ കൂടി നടത്താനാണ് പോലീസ് ഒരുങ്ങുന്നത്. ഇത്തരത്തിൽ വിപുലമായ ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട്. ഏറ്റവും പ്രധാനമായും ഇനി ലഭിക്കേണ്ടത് ഇത്തരത്തിൽ ഈ കുട്ടി സഞ്ചരിച്ച വഴിയിലെ മറ്റ് CCTV ദൃശ്യങ്ങളാണ്. അത്തരത്തിൽ ഈ ദൃശ്യങ്ങൾ ലഭിച്ചാൽ മാത്രമാണ് ഈ കുട്ടിയെ ട്രാക്ക് ചെയ്യാൻ കഴിയുക. ഈ കുട്ടി തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം പോലീസിന് സ്ഥിരീകരിക്കണമെങ്കിൽ അതിനു മുമ്പുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇതുവരെ നടത്തിയ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയിലൊന്നും തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ കുട്ടി അവിടെ ഉള്ളതായ വിവരം ലഭിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പരിശോധനകൾ പോലീസ് നടത്തി വരികയാണ്. ഒപ്പം ഈ പറയുന്ന ഈ 15 കിലോമീറ്റർ അളവിലുള്ള ദൂരത്തിലുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാനുള്ള ശ്രമവും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട്. പ്രത്യേകിച്ച് രാത്രി സമയമാണ്. അതുകൊണ്ട് തന്നെ ചില പ്രതിസന്ധികളും പരിമിതികളും ഒക്കെ പോലീസിനുണ്ടെങ്കിലും അത് മറികടന്നുള്ള ഒരു അന്വേഷണം, അത് മറികടന്നുള്ള ഒരു തെരച്ചിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അത് പോലീസ് വളരെ കാര്യക്ഷമമായുള്ള ഒരു അന്വേഷണം തന്നെയാണ് ഈ വിഷയത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്കറിയുന്നത് പോലെ തന്നെ വലിയൊരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. നമുക്കറിയാം ഈ ഓയൂർ സംഭവം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്.